മാറുന്ന ലോകത്ത്, മറക്കുന്ന ലോകത്ത്, തകർക്കുന്ന ലോകത്ത് ഒരിക്കലും മറക്കാത്തവനായ ദൈവം. പർവ്വതങ്ങൾ മാറും, കുന്നുകൾ നീങ്ങും, എങ്കിലും എന്റെ ദൈവം നിന്നെ വിട്ട് മാറുകയില്ല എന്ന് അരുളി ചെയ്ത ദൈവം. ദൈവം ദൈവം മനുഷ്യന്റെ കാര്യം എനിക്കറിയത്തില്ല. ദൈവം മനുഷ്യനെ പലപ്പോഴും നമ്പാൻ കഴിയത്തില്ല. മനുഷ്യനല്ല ദൈവം. ദൈവം ഒരിക്കലും നിന്നെ തള്ളിക്കളയൊന്നുമില്ല, ദൈവം നിന്നെ ഉപേക്ഷിക്കുന്നുമില്ല. എന്നാൽ അതേ സമയത്ത് മനസ്സിലാക്കണമേ പ്രിയ സഹോദരങ്ങളെ, തിരസ്കരണം, റിജക്ഷൻ എന്ന് പറയുന്നത് സാത്താന്റെ ഏറ്റവും ശക്തിയേറിയ, ഒരുപക്ഷെ ഏറ്റവും മൂർച്ചയേറിയ ഒരായുധമാണ് തിരസ്കരണം എന്ന് പറയുന്നത്. തിരസ്കരണം നിങ്ങളെ ഇഞ്ചായി കൊന്നുകൊണ്ട് ഇരിക്കും. നിങ്ങളുടെ ശരീരത്തിൽ സ്തോത്രം ലക്ഷക്കണക്കിന് കോശങ്ങളുണ്ട് എങ്കിൽ കോശമായി നാളുകളെടുത്ത് സമയമെടുത്ത് തിരസ്കരണം നിന്നെ വേദനിപ്പിച്ച് രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് ഓരോ സെക്കൻഡ് ഓരോ സമയത്തും വേദനിപ്പിച്ച് നിന്നെ കൊന്നുകൊണ്ട് ഇരിക്കും. എന്നാൽ വേദന അറിയാതെ മരിച്ച ഒത്തിരി പേരെ എനിക്കറിയാം. ഹിരോഷിമ, നാഗസാക്കി പട്ടണങ്ങളിൽ ആറ്റം ബോംബ് വീണപ്പോൾ ഏകദേശം 2.5 ലക്ഷം എന്ന് ഗൂഗിൾ പറയുന്നു. അറ്റ് എ ടൈം പ്രോബബ്ലി 1.5 ലക്ഷമായിരിക്കാം, അല്ലെങ്കിൽ 2 ലക്ഷമായിരിക്കാം. ആ ആറ്റം ബോംബ് വീണപ്പോൾ തന്നെ 10,000 വേപ്പറൈസ് ചെയ്തു പോയി. സ്തോത്രം, നീരാവിയായി പോയി. ഒറ്റ സെക്കൻഡ് കൊണ്ട് അവർ നീരാവിയായി പോയി. ഒറ്റ സെക്കൻഡ് കൊണ്ട് മെഴുകു പോലെ അവർ ഉരുകിപ്പോയി. ഞാൻ ഇങ്ങനെ പറയട്ടെ, ഭാഗ്യവാന്മാർ. കാരണം വേദന അറിയാതെ മരിച്ച്. ഭാഗ്യവാന്മാർ വേദന അറിയാതെ മരിച്ച്. പക്ഷെ ഇന്ന് ഈ വെബ് സ്ട്രീം കാണുന്ന ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ, ഇന്ന് പകൽ ഈ റൂമിലായിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, യു ആർ ക്രോസിംഗ് ത്രൂ എ റിജക്ഷൻ, ഒരു വ്യഥയിലൂടെ, ഒരു തിരസ്കരണത്തിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ തല മുതൽ പാദം വരെയുള്ള ഓരോ കോശങ്ങളിലും വേദന വേദനിച്ച് സ്തോത്രം നിങ്ങൾ ചത്ത് ജീവിക്കുകയാണ്. എന്നാൽ സ്തോത്രം മനസ്സിലാക്കണമേ, അതൊരിക്കലും മനുഷ്യന്റെ ആയുധമല്ല. സ്തോത്രം, ഏതെങ്കിലും വ്യക്തിത്വങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ സാത്താൻ അവരെ കയ്യിലെടുത്ത് ഉപയോഗിക്കുന്നു. അവർ സാത്താന്റെ ഉപകരണങ്ങൾ ആയിത്തീരുന്നു. സ്തോത്രം, അതൊരു സ്തോത്രം പിശാചിന്റെ സ്തോത്രം അതേ ആയുധം തന്നെയാണ്. റിജക്ഷൻ എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ തിരസ്കരണം എന്ന് പറയുന്നത് അനാഥത്വമാണ്. എങ്ങനെ അനാഥത്വം എന്ന് പറയാൻ തക്കുന്ന കാര്യം, പിതാവായ ദൈവവും നമ്മളും തമ്മിലുള്ളതായ ബന്ധത്തിന്റെ അനാഥത്വമാണ്. സ്തോത്രം, അത് റിജക്ഷൻ, അത് തിരസ്കരണം എന്ന് പറയുന്നത് അനാഥത്വമാണ്. ദൈവത്തെ ഏതേൻ തോട്ടത്തിൽ വെച്ച് ആദം, സ്തോത്രം, അതെ ഹൗവ ദമ്പതികൾ തിരസ്കരിച്ചപ്പോൾ പിതാവ് എന്നുള്ള പദവിയിൽ നിന്ന് ദൈവം തിരസ്കരിക്കപ്പെട്ടു. പാപം ചെയ്തതോടെ ആദം, സ്തോത്രം, ഹൗവ ദമ്പതികൾ ദൈവമായ ബന്ധത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു, അനാഥത്വത്തിൽ ആയിത്തീർന്നു. നിങ്ങൾ ചോദിക്കും, സുരേഷ് ബാബു അതെങ്ങനെ പറയാൻ തക്കൊണ്ട് കഴിയും? അതുകൊണ്ടാണ് യേശു കർത്താവ് ആ അനാഥത്വത്തിൽ നിന്നാണ് നിലവിളിക്കുന്നത്, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത്? ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, എന്താ പറഞ്ഞേ? എൻ്റെ ദൈവമേ. കേക്ക്, കഴിഞ്ഞ 33.5 വർഷം അതുവരെയും പിതാവായ ദൈവത്തെ എൻ്റെ പിതാവേ എന്നാണ് കർത്താവ് വിളിച്ചത്. എൻ്റെ പിതാവേ. 12 വയസ്സിൽ ദേവാലയത്തിൽ ഇരുന്നപ്പോഴും പറയുന്നത്, എൻ്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടതല്ലയോ? 12 വയസ്സ് മുതൽ നമുക്ക് കാണുവാൻ തൊക്കെ കഴിയും. സ്തോത്രം, അലിഞ്ഞു ചേർന്നിരിക്കുന്നതായ ഒരു ലായനി എന്നതുപോലെ സ്തോത്രം, പിതാവായ ദൈവത്തോടവൻ ചേർന്നിരുന്നു. സ്തോത്രം, എപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴും പിതാവ്, പ്രാർത്ഥന പഠിപ്പിക്കുമ്പോഴും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്. സ്തോത്രം, ജനം നോക്കുമ്പോൾ ഈ വചനം എന്റേതല്ല, എൻ്റെ പിതാവിൻ്റെതത്രേ. പ്രവൃത്തി നോക്കി വിസ്മയിച്ച ജനത്തിന്റെ നടുവിൽ ഈ പ്രവൃത്തി എന്റേതല്ല, എൻ്റെ പിതാവിൻ്റെതത്രേ. രഹസ്യത്തിലും പരസ്യത്തിലും വലിയ കൂട്ടത്തിലും ചെറിയ കൂട്ടത്തിലും എൻ്റെ പിതാവ്. അതിനുശേഷവും ക്രൂശിൽ വെച്ച് പിതാവെ തൃക്കരങ്ങളിലേക്ക് എൻ്റെ ആത്മാവിനെ ഫലമേൽപ്പിക്കുന്നു. ഉയർപ്പിനു ശേഷവും സ്തോത്രം, ഉയരത്തിന്റെ ശക്തി പിതാവ് നിങ്ങളുടെ മേൽ അയക്കും. അതിനു മുൻപും അതിനുശേഷം 100 കണക്കിന്, 1000 കണക്കിന്, 10,000 പ്രാവശ്യം എൻ്റെ പിതാവേ എന്ന് പറഞ്ഞവൻ അവിടെ മാത്രം എൻ്റെ ദൈവമേ എന്ന് നിലവിളിക്കുകയാണ്. യെശയ്യാ 49:14 പറയുന്നു, ശേഷം മനുഷ്യരാകുന്ന നമ്മളാണ് ദൈവത്തെ ദൈവമേ എന്ന് സംബോധന ചെയ്യുന്നത്. സ്തോത്രം, അതുകൊണ്ട് റിജക്ഷനിലൂടെ നിങ്ങൾ പോകുമ്പോൾ, ഒരു തിരസ്കരണത്തിലൂടെ പോകുമ്പോൾ അവിടെ അനാഥത്വമാണ്. എന്നാൽ ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചത് നിമിത്തം ഇതാ ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് ഞാൻ അകത്ത് വന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും എന്ന് പറഞ്ഞ കർത്താവ് നിന്റെ ജീവിതത്തിലേക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്താൽ, നിന്റെ ജീവിതമാകുന്ന മുറിയിൽ നീ ഒറ്റയ്ക്കല്ല, സകലതിനെയും ജീവിപ്പിക്കുന്ന കർത്താവ് നിന്നോട് കൂടെയുണ്ട്.
യെസ്, ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവർ നോക്കി പറഞ്ഞാട്ടെ, ഞാൻ ഒറ്റയ്ക്കല്ല. പെട്ടെന്ന് പറഞ്ഞേ, ഞാൻ ഒറ്റയ്ക്കല്ല. സ്തോത്രം. അതേ, ആത്മീയ അനാഥത്വങ്ങൾ വിട്ടുപോകുന്നു. കാരണം നീ ഒറ്റയ്ക്കല്ല. ഇമ്മാനുവേൽ, യഹോവ ശമ്മ, എന്നും കൂടെയിരിക്കുന്നവൻ. സ്തോത്രം. ഒരിക്കലും കൈവിടാത്ത കർത്താവ് നിന്നോട് കൂടെയുണ്ട്. മാത്രമല്ല, സ്തോത്രം, റിജക്ഷൻ, സ്തോത്രം, തിരസ്കരണത്തിലൂടെ കടന്നു പോകുന്ന ആൾക്കാർ മറ്റുള്ളവരെയും റിജക്ട് ചെയ്തിട്ടിരിക്കും, മറ്റുള്ളവരെയും തിരസ്കരിച്ചിട്ടിരിക്കുക. വാക്കിലൂടെ, പ്രവൃത്തിയിലൂടെ. അതേ, സ്തോത്രം, പാമ്പിന്റെ വാക്കകത്ത് ആ നാക്ക് കിടക്കാതെ ആ നാക്ക് ഇങ്ങനെ പുറത്തേക്ക് ചാടുന്നത് പോലെ ഏതെങ്കിലും സമയത്തിൽ പാമ്പിന്റെ ശീൽക്കാര ശബ്ദം പോലെ ബന്ധങ്ങളെ ആൾക്കാർ ഉടയ്ക്കുമ്പോൾ, മറ്റുള്ളവരെ വേദനിപ്പിക്കുമ്പോൾ ഉടനെ മനസ്സിലാക്കണം, സ്തോത്രം, അത് തിരസ്കരണം ഉള്ളത് കൊണ്ടാണ് ഇവർ മറ്റുള്ളവരെയും തിരസ്കരിക്കുന്നത്. കാരണം ഉള്ളതല്ലേ കൊടുക്കത്തുള്ളൂ. ആരും മിണ്ടുന്നില്ല. ഉള്ളതല്ലേ കൊടുക്കത്തുള്ളൂ. എവിടെയെങ്ങാണ്ട് പാസ്റ്റർമാര് ജനത്തെ ശപിക്കുന്നു എന്ന്, എവിടെയൊക്കെ പ്രവാചകന്മാർ ജനത്തെ ശപിക്കുന്നെന്ന് ഞാൻ അവരെ നോക്കി ഇങ്ങനെ പറയും, ഇന്ന് പകൽക്കാലം എനിക്ക് ശപിക്കാനല്ല നിയോഗം, എനിക്ക് അനുഗ്രഹിക്കാനാണ് നിയോഗം. കാരണം ഉള്ളതല്ലേ കൊടുക്കാൻ കഴിയത്തുള്ളൂ. ഉള്ളതല്ലേ കൊടുക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് സ്തോത്രം മനസ്സിലാക്കണമേ, റിജക്ഷൻ ഉള്ളവർ, സ്തോത്രം, മറ്റുള്ളവരെ റിജക്ട് ചെയ്തിരിക്കും. തിരസ്കരണം അനുഭവിച്ചവർ മറ്റുള്ളവരെ മുറിവേൽപ്പിച്ച് അവർ, സ്തോത്രം, മുറിവേൽപ്പിച്ചുകൊണ്ട് ഇരിക്കും. എന്നാൽ ഇന്ന് പകൽക്കാലം മറ്റുള്ളവരെ അവരെ തള്ളി നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ മനസ്സിലാക്കണം, അത് നിന്റെ ആത്മീയ ജീവിതത്തിന് വലിയ തടസ്സമാണ്. നിങ്ങൾ മണിക്കൂറോളം പ്രാർത്ഥിക്കുമായിരിക്കും, നിങ്ങൾ ഭയങ്കര വായിൽ ശബ്ദമിടുമായിരിക്കും, ഡസന്റ് മാറ്റർ. പക്ഷേ ദൈവം നോക്കുന്നത് നിങ്ങളുടെ വായിലെ വാക്കുകളല്ല, നിന്റെ ഹൃദയത്തിന്റെ അവസ്ഥയാണ് ദൈവം നോക്കുന്നത്. മനുഷ്യൻ പുറമെയുള്ളത് കാണുന്നു, ദൈവമോ ഹൃദയങ്ങളെ കാണുന്നു. മനുഷ്യനെ നിങ്ങൾക്ക് ഇംപ്രസ് ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷേ ഏറ്റവും ഇമ്പോർട്ടന്റ് ആത്മീയമായി ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവർ കരങ്ങളെ ചലിപ്പിച്ച് ദൈവത്തെ സ്തുതിച്ചാണ്. ഹൃദയത്തിൽ തിരസ്കരണം, അയ്യോ ഞാൻ തിരസ്കരിക്കപ്പെട്ടു, ദൈവം എന്നെ തിരസ്കരിച്ചു എന്ന് ഒരു പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങളുടെ പ്രവൃത്തി മണ്ഡലത്തിൽ നിന്ന് കർത്താവ് പുറത്താണ്. സ്തോത്രം. ഞാൻ തിരസ്കരിക്കപ്പെട്ടു, എന്നെ ആർക്കും വേണ്ട, ഞാൻ മാത്രം പാവം, എനിക്ക് മാത്രം ഈ ഗതികേട് ഉണ്ടായി, ഞാൻ മാത്രം ഇങ്ങനെ കരഞ്ഞ് തകർന്ന് ഇങ്ങനെ നടക്കുന്നു, തന്നെ എന്ന് തിരുവനന്തപുരം, ഖമാൻ ഹല്ലേലൂയ എന്ന് നിങ്ങൾ ആയിരിക്കുന്നുവെങ്കിൽ ഉടനെ മനസ്സിലാക്കണം, സ്തോത്രം, അതേ ദൈവം നിങ്ങളുടെ പ്രവൃത്തി മണ്ഡലത്തിൽ നിന്ന് പുറത്താണ്. ഉദാഹരണമായി യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായത്തിൽ വേദപുസ്തകം പറയുന്നു, 2 സഹോദരിമാർ, ഒരാൾ യേശുവിന്റെ പാദത്തിൽ ഇരുന്നവളാണ്, മറ്റേയാള്, സ്തോത്രം, അതേ ചുറ്റും ജോലി ചെയ്ത് നടന്നവരാണ്. പക്ഷേ രണ്ടുപേരും ഒരേപോലെ ചിന്തിച്ച്, വ്യത്യസ്ത സ്വഭാവമെങ്കിലും അവരുടെ ചിന്താഗതി ഒരേപോലെയായിരുന്നു. എങ്കിലും ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ സഹോദരൻ്റെ കാര്യത്തിന് വന്നില്ല. നമ്മളാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞേനെ, എങ്കിലും കള്ള കർത്താവ് ഞങ്ങളുടെ സഹോദരൻ്റെ കാര്യത്തിന് വന്നില്ല. അവന് രോഗം വന്നപ്പോൾ യേശു വന്നില്ല, രോഗം കൂടിയപ്പോൾ യേശു വന്നില്ല. അവൻ മരിച്ചിട്ട് പോലും നാട്ടുകാരെല്ലാവരും വന്നു, പക്ഷെ യേശു മാത്രം വന്നില്ല. യേശു വന്നു എന്ന് കേട്ടപ്പോഴാണ് അവൻ വന്നേച്ചു പോട്ടെ, അവൻ വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ആ 2 സഹോദരിമാരും അവിടെ തന്നെ ഇരിക്കുകയാണ്. എനിക്ക് ഈ ഗതികേട് ഉണ്ടാക്കിയല്ലോ, എൻ്റെ അവസ്ഥ ഇങ്ങനെ ആയല്ലോ, എല്ലാവരും എന്നെ തള്ളിയല്ലോ, എനിക്ക് മാത്രം ഈ ഗതികേട് വന്നല്ലോ എന്ന് പറഞ്ഞ് ഇവിടെ ചിലർ മിണ്ടാതിരിക്കുന്നത് പോലെ എന്ന് പറഞ്ഞപ്പോൾ അപ്പൊ കർത്താവ് എന്താ ചെയ്തത്? ബഥാന്യ ഗ്രാമത്തിന് പുറത്താണ് നിന്നത്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, കർത്താവ് യേശു നിങ്ങളുടെ ഹൃദയത്തിൽ റിജക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് പുറത്താണ്, നിന്റെ പരിധിക്ക് പുറത്താണ്, നിന്റെ പ്രവൃത്തിക്ക് പുറത്താണ്. നിന്റെ ജീവിതകാലം പുറമെ ഇങ്ങനെ ഇരുന്ന് തൊലയാതെ ഇന്ന് പകൽക്കാലം വിളിച്ചു പറഞ്ഞാട്ടെ, സോറി കർത്താവേ, അങ്ങയ്ക്കൊരു സമയമുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. ഞാൻ ഇന്ന് പകല തിരിച്ചറിഞ്ഞത് സകലതും എൻ്റെ ജീവിതത്തിൽ നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ജനമേക്ക് തിന്മയ്ക്കായി ചെയ്യുമ്പോൾ അതിനെ നന്മയ്ക്കാക്കി ചെയ്യുന്ന കർത്താവേ, ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, വിഷണ്ണ മനസ്സിനെ ഞാൻ മാറ്റിവെക്കുന്നു, പകരം സ്തുതി എന്ന മേലാട എടുക്കുന്നു. വിഷണ്ണ മനസ്സിനെ ഞാൻ കുടഞ്ഞു കളയുന്നു, പകരം സ്തുതി എന്ന മേലാട എടുക്കുന്നു. എൻ്റെ കർത്താവിന് തെറ്റ് പറ്റുകയില്ല. എൻ്റെ കർത്താവ് താമസിച്ചു വന്നുവെങ്കിൽ വേറെ ആരിലും വെളിപ്പെട്ടിട്ടില്ലാത്ത, വേറെ ഒരു കുടുംബത്തിലും കണ്ടിട്ടില്ലാത്ത പുതിയൊരു മഹത്വം എൻ്റെ ജീവിതത്തിലൂടെ പുറത്തെടുക്കുവാനുണ്ട്. ഖമാൻ, ആരോടാ ഞാൻ സംസാരിക്കുന്നത്? വേറെ ആരും വെളിപ്പെട്ടിട്ടില്ലാത്ത, ഒരു ബിസിനസ്സിൽ വെളിപ്പെട്ടിട്ടില്ലാത്ത, ഒരു കുടുംബത്തിൽ വെളിപ്പെട്ടിട്ടില്ല, ഒരു സഭയിൽ വെളിപ്പെട്ടിട്ടില്ലാത്ത എന്തോ വലുത്, എന്തോ വലുത്, എന്തോ വലുത്, എന്തോ വലുത്, എന്തോ വലുത്, എന്തോ വലുത് എന്നിലൂടെ പുറത്തു വരുവാൻ വേണ്ടിയാണ് പർപ്പസ്ലി അവൻ ലേറ്റായത്.
അവൻ പർപ്പസിലി ലേറ്റായത് ഏതോ വലിയ മഹത്വം എന്നിലൂടെ വെളിപ്പെടുവാൻ ആണ്. അതുകൊണ്ട് സ്തോത്രം. അതെ, ഞാൻ മാത്രം ഈ ഗതി എന്ന് പറഞ്ഞാൽ കർത്താവ് നിന്നെ പുറത്താണ്. രണ്ട് കരങ്ങൾ ഉയർത്തി പറഞ്ഞാട്ട് വെൽക്കം ജീസസ് പറ. വെൽക്കം ജീസസ്. സ്വാഗതം കർത്താവേ. എഴുന്നേൽക്കണമേ, എൻ്റെ ലാസകളെ എഴുന്നേൽപ്പിക്കണമേ, എൻ്റെ സ്തോത്രം ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യണമേ. സ്തോത്രം. അവിശ്വാസത്തിന്റെ കല്ലുകളെ ഞാൻ മാറ്റുന്നു. കാരണം ഈ 12ാം മാസം എൻ്റെ മാസമാണ്. 12ാം മാസം ഇത് ലാമെന്റേഷന്റെ സമയമല്ല. ഇറ്റ്സ് എ സീസൺ ഓഫ് സെലിബ്രേഷൻ. ഓ ഹല്ലേലൂയ. ഇതൊരു ഉത്സവത്തിന്റെ സീസണാണ്. എൻ്റെ ജീവിതത്തിൽ ഇതൊരു ഉത്സവത്തിന്റെ മാസമാണ്. ഉത്സവത്തിന്റെ മാസമാണ് കർത്താവ്. കമാൻ, കൈയടിക്കുന്നത് നേരെ കൈയടിച്ച്. ഇതെന്റെ ഉത്സവത്തിന്റെ മാസമാണ്. ഇൻ ജീസസ് നെയിം. അതുകൊണ്ട് എൻ്റെ മനസ്സിനെ ഞാൻ മാറ്റുന്നു. ഓ വെൽക്കം ജീസസ്. സ്തോത്രം. ഇതൊരു സ്പിരിറ്റ് ആണ്. ഇതൊരു സ്തോത്രം. ഇതൊരു ആത്മാവാണ്. ഇതൊരു ആത്മാവാണ്. അടുത്തിരിക്കുന്നത് നോക്കി പറഞ്ഞാട്ടെ. ഇതൊരു ദുരാത്മാവാണ്. പറഞ്ഞേ, ഇതൊരു ദുരാത്മാവാണ്. എന്നെ ശാസിച്ച് മാറ്റണം. എന്നെ തലോടല്ല. അയ്യോ ഞാൻ മാത്രം തള്ളി എന്ന് പറഞ്ഞാൽ അതിനെ തലോടല്ല. യേശുവിൻ്റെ നാമത്തിൽ വാ തുറന്നതിനെ ശാസിക്കുക. ഒരിക്കലും പല സ്പിരിറ്റ്, പല ദുരാത്മാവ് ഒറ്റയ്ക്ക് നിൽക്കത്തില്ല. ഇന്ന് പകൽക്കാലം ഞാൻ ഗിഫ്റ്റ് ഓഫ് ഹീലിംഗിൽ, സൗഖ്യത്തിന്റെ സ്തോത്രം ആത്മാവിൽ ചലിക്കുന്നു എങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി ഞാൻ സ്തോത്രം അതെ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ വെളിപ്പെടുന്നത് രോഗശാന്തിയുടെ വരം മാത്രമല്ല, കൂടെ വിശ്വാസത്തിന്റെ വരമുണ്ടായിരിക്കും, വീര്യപ്രവൃത്തിയുടെ വരമുണ്ടായിരിക്കും. സ്തോത്രം. ഏറ്റവും കുറഞ്ഞത് വിശ്വാസവും വീര്യപ്രവൃത്തിയുമാണ് രോഗശാന്തി വരത്തിന്റെ കൂട്ടുകാരായി, കൂട്ടുവരങ്ങളായി നിൽക്കുന്നത്. ഒരു സഹോദരനെ നോക്കി ഞാൻ പ്രവചിക്കുന്നെങ്കിൽ വേർഡ് ഓഫ് നോളജ് ആൻഡ് വേർഡ് ഓഫ് വിസ്ഡം, സ്തോത്രം അതെ, ജ്ഞാനത്തിന്റെ വചനവും പരിജ്ഞാനത്തിന്റെ വചനവും കൂട്ടുകാരായി നിൽക്കും. ഒരു വരവും ഒറ്റയ്ക്ക് നിൽക്കത്തില്ല. സ്തോത്രം. ഒരു വരം ഒറ്റയ്ക്ക് നിൽക്കാതെ ചില വരങ്ങൾ കൂടെ ചേർന്ന് നിൽക്കുന്നത് പോലെ റിജക്ഷൻ, സ്തോത്രം അതെ, തിരസ്കരണം ഒറ്റയ്ക്ക് നിൽക്കത്തില്ല. തിരസ്കരണത്തിനോട് കൂടെ കോപത്തിന്റെ ആത്മാവുണ്ടായിരിക്കും, ക്രോധത്തിന്റെ ആത്മാവുണ്ടായിരിക്കും, നിരാശയുടെ ആത്മാവ് തിരസ്കരണത്തിനോട് ചേർന്നുണ്ടായിരിക്കും. സ്തോത്രം. സൂയിസൈഡൽ സ്പിരിറ്റ്, ആത്മഹത്യയുടെ ആത്മാവ് ഒടുവിലായി അതിനോട് വന്നു ചേരാം. ഞാൻ തിരസ്കരിക്കപ്പെട്ടു. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ആരെ തള്ളിയാലും താങ്ങുന്ന ആണിപ്പടുത്തുള്ള ഒരു കരം നിനക്കായി ചലിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ എല്ലാ നിരാശകൾ വിട്ടുപോകട്ടെ, എല്ലാ സ്തോത്രം മരണ ചിന്തകൾ മാറിപ്പോകട്ടെ, എല്ലാ നെഗറ്റിവിറ്റി മാറിപ്പോകട്ടെ. ഇൻ ജീസസ് നെയിം. ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇത് പകൽക്കാലം അത് പറവാനാണ് ഞാൻ വന്നത്. ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഒരു തിരഞ്ഞെടുപ്പിന്റെ സർട്ടിഫിക്കറ്റുമായിട്ടാണ് ആത്മമണ്ഡലത്തിൽ ഇന്ന് പകൽ ഈ 12ാം മാസത്തിന്റെ 1ാമത്തെ ഞായറാഴ്ച ഞാൻ കടന്നു വന്നിരിക്കുന്നത്. ഒരു തിരഞ്ഞെടുപ്പിന്റെ ഓർഡർ സ്വർഗത്തിലെ ദൈവത്തിന്റെ കമ്പ്യൂട്ടറിൽ നിന്ന് നിനക്കായി പുറപ്പെട്ടിരിക്കുന്നു. ഒരിക്കൽ കൂടെ, ദൈവത്തിന്റെ മാസ്റ്റർ കമ്പ്യൂട്ടറിൽ നിന്ന് ഒരു ഗോളി സെലക്ഷൻ ഓർഡർ, ദൈവം നിന്നെ തിരഞ്ഞെടുത്ത സെലക്ഷൻ ഓർഡർ പുറപ്പെട്ടിരിക്കുന്നു. ചുറ്റിരിക്കുന്ന 3 പേരെ നോക്കി പറഞ്ഞാട്ടെ, ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. പറ, ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തുവിലേക്ക് നോക്കുമ്പോൾ ബൈബിളിൽ നിങ്ങൾക്ക് കാണുവാൻ കൊണ്ട് കഴിയും. യേശു കർത്താവിന്റെ ജീവിതത്തിലും സ്തോത്രമൻ തിരസ്കരിക്കപ്പെട്ടവനാണ്. അങ്ങനെ എല്ലാവരും സ്വീകരിക്കപ്പെട്ടവനല്ല. പകരം കർത്താവ് യേശു ക്രിസ്തു തിരസ്കരിക്കപ്പെട്ടവനാണ്. എന്നാൽ യേശുവിന്റെ റിജക്ഷൻ പലപ്പോഴും പ്രൊജക്ഷനും അത് പ്രൊമോഷനും ആയി തീർന്നു. ഞാൻ വീണ്ടും പറയും, യേശുവിന്റെ റിജക്ഷൻ പലപ്പോഴും ഉയർച്ചയും ഉന്നമനവുമായി തീർന്നെങ്കിൽ എർത്തിലി റിളത്തിൽ, മനുഷ്യ മണ്ഡലത്തിൽ നിന്റെ ജീവിതത്തിൽ ആരെങ്കിലും നിന്നെ തള്ളുമ്പോൾ അത് നിനക്കും ഉയർച്ചയാകാൻ പോകുന്നു, നിനക്കും അത് ഉന്നമനമാകാൻ വേണ്ടി പോകുന്നു. ഓ കമാൻ, ഹല്ലേലൂയ. നിങ്ങൾ എന്തോ വിചാരിച്ചേ, അയ്യോ പാവം നിന്നെ തള്ളി എന്ന് പറയുന്ന നോ, ഞാൻ നെഗറ്റീവ് പറയാനല്ല വന്നത്. ഇന്ന് പകൽ മുതൽ യേശുവിന്റെ നാമത്തിൽ അടുത്തൊരു ഉയർച്ച ജീവിതങ്ങളിൽ ആരംഭിക്കട്ടെ. ഇന്ന് പകൽ മുതൽ അടുത്തൊരു ഉയർച്ച, അടുത്ത ഉയർച്ച, നെക്സ്റ്റ് ലെവൽ ഇന്ന് പകൽ മുതൽ ആരംഭിക്കട്ടെ. അടുത്തൊരു ഉന്നമനം ഇന്ന് പകൽ മുതൽ യേശുവിന്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. കാരണം എൻ്റെ കർത്താവ് ഇന്നലെ പ്രവർത്തിച്ച് പെൻഷൻ പറ്റിയവനല്ല. നാളെ പ്രവർത്തിക്കാമെന്ന് പറഞ്ഞ്, നാളെ മറ്റൊരു സീസണ് പ്രവർത്തിക്കാമെന്ന് പറഞ്ഞ് സമയം കളയുന്നവനല്ല. ഇൻ ജീസസ് നെയിം. യേശുവിന്റെ നാമത്തിൽ ഇന്ന് നിനക്കൊരു ഉയർച്ചയുണ്ട്. ഇന്ന് മുതൽ നിനക്കൊരു ഉന്നമനം ഉണ്ട്. യേശുവിൻ നാമത്തിൽ. കർത്താവ് യേശുവിന്റെ പല റിജക്ഷൻസും യേശുവിന്റെ അനുഭവിച്ച, യേശു കർത്താവ് കടന്നുപോയ പല തിരസ്കരണങ്ങളും അവന്റെ പ്രൊജക്ഷൻ ആയിരുന്നു, അവന്റെ പ്രൊമോഷൻ ആയിരുന്നു. കഥ കേട്ടിരിക്കരുത്, നിങ്ങളുടെ ജീവിതത്തിലും അത് സംഭവിപ്പാൻ വേണ്ടി പോവുകയാണ്. വേദപുസ്തകം പറയുന്നു, സ്തോത്രം, യേശു കർത്താവ് കടന്നുപോയതായി ഏറ്റവും കുറഞ്ഞത് 10 തിരസ്കരണങ്ങളാണ് ഇന്ന് പകൽ എണ്ണി പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ പരിശുദ്ധാത്മാവാം ദൈവനോട് ആവശ്യപ്പെട്ടത്. ഞാനൊരു മാരത്തൺ പ്രീച്ചറാണ്. കർത്തൃമേശ നടത്താൻ മറന്നു പോകുന്ന
ഉണ്ടെങ്കിൽ ആരെങ്കിലും എന്നെ ഓർമ്മിച്ചാട്ടെ. സ്തോത്രം. ഖമാൻ. ഹല്ലേലൂയ. സ്തോത്രം. കാരണം നിങ്ങൾ ഉറങ്ങിയിരുന്നാൽ നമ്മൾ വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സന്തോഷമുണ്ടല്ലോ. 2 കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. സ്തോത്രം. നമ്പർ 1, ഒന്നാമതായി വേദപുസ്തകം പറയുന്നു, നമ്മളെ പലരും ഉപേക്ഷിച്ചത് നമ്മളെ കണ്ടതിന് ശേഷമാണ്, നമ്മളെ പരിമാറിയതിന് ശേഷമാണ്. എന്നാൽ യേശു കർത്താവിൻ്റെ റിജക്ഷൻ സ്റ്റോറി ആരംഭിക്കുന്നത്, യേശു കർത്താവിൻ്റെ തിരസ്കരണത്തിൻ്റെ അനുഭവം ആരംഭിക്കുന്നത് അവനെ കണ്ടതിന് ശേഷമല്ല യേശുവിനെ തള്ളിയത്, യേശുവിനെ കാണുന്നതിന് മുൻപേ തള്ളി. ഒരിക്കൽ കൂടെ, യേശുവിനെ കണ്ടതിന് ശേഷമല്ല യേശുവിനെ തിരസ്കരിച്ചത്. സ്തോത്രം. യേശുവിനെ കാണുന്നതിന് മുൻപേ തിരസ്കരിച്ചു. യേശു ജനിച്ചതിന് ശേഷമല്ല തിരസ്കരണമെന്ന ആക്രമണം യേശുവിന് നേരെ സാത്താൻ സ്തോത്രം ഇളക്കിവിട്ടത്. സാത്താൻ ഇളക്കിവിട്ടത് അത്യുന്നതകൾ ദൈവത്തിന് മഹത്വം, ഭൂമികൾ ദൈവത്തിൻ്റെ പ്രസാദം എന്നുള്ളതായ ആ ക്വയറിൻ്റെ പാട്ട് കേട്ടപ്പോഴേ സാത്താന് മനസ്സിലായി. സ്തോത്രം. സംതിങ് ഹാപ്പൻ. അതെ, ദൂതൻ ഇറങ്ങി മറിയെടുത്ത് സംസാരിച്ചപ്പോഴേ സാത്താൻ മനസ്സിലായി ഏതാണ്ട് സംഭവിപ്പാൻ വേണ്ടി പോകുന്നു. ദൂതൻ ഇറങ്ങി പറഞ്ഞു, കൃപ ലഭിച്ചുപോലെ നിനക്ക് വന്ദനം. അപ്പോൾ സാത്താൻ പറഞ്ഞു, ഏതാണ്ട് നടക്കുന്നുണ്ട്, ഏതൊക്കെയുണ്ട് തിരശ്ശീലയ്ക്ക് പിന്നിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് സ്തോത്രം സാത്താൻ യോസെഫിലൂടെ പ്രവർത്തിച്ചു. മത്തായി സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, അവളുടെ ഭർത്താവായ യോസെഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് യോസെഫിന് മനസ്സിലാകൊണ്ടും മറിയയെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ തീരുമാനിച്ചു. മറിയയെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ തീരുമാനിച്ചു. ഇപ്പോൾ ഈ സമയത്ത് മറിയ ഒറ്റയ്ക്കല്ല, മറിയയ്ക്ക് അകത്ത് ആ ശിശു കിടപ്പുണ്ട്. നിന്നെ ആരെങ്കിലും തള്ളിയെങ്കിൽ മനസ്സിലാക്കണം, വിശ്വാസിയെ, ദൈവദാസനെ, നിന്നെ ആരെങ്കിലും തള്ളിയെങ്കിൽ നിന്റെ പുറമെയുള്ളതായ മുഖം കണ്ടിട്ടല്ല അവർ തള്ളിയത്, നിന്റെ അകത്തിരിക്കുന്ന ഒരു കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ടാണ് അവർ തള്ളിയത്. ഓ ഹല്ലേലൂയ. നീ ദൈവകൃപ പ്രാപിച്ച്, നീ അഭിഷേകം പ്രാപിച്ച്, ഒരു നിയോഗം പ്രാപിച്ച് കടന്നു വരുമ്പോൾ പഴയ ബന്ധുക്കൾ പുതിയ ശത്രുക്കളാകുന്നുവെങ്കിൽ, പഴയ ഫ്രണ്ട്സ് പുതിയ എനിമീസായി തീരുന്നെങ്കിൽ മനസ്സിലാക്കണം, സ്തോത്രം, നിന്റെ പുറമേയുള്ളതായ കാര്യം കണ്ടിട്ടല്ല ആ നാത്തൂനും ആ ചേച്ചിയും നിന്നെ തള്ളിയത്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ രോഗ അധിപതികളോടും അത്രേ. അവരെ ഭൂതത്തിന് നിന്റെ അകത്തിരുന്ന കർത്താവിനെ ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണ് അവർ നിന്നെ തള്ളിയത്. ഓ ഖമാൻ. ഹല്ലേലൂയ. അവരുടെ ഭൂതത്തിന് നിന്റെ അകത്തിരിക്കുന്ന കർത്താവിന് ഇഷ്ടപ്പെട്ടില്ല. എന്നാൽ ഇൻ ജീസസ് നെയിം ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ അവരിൽ ഉള്ളവരെക്കാൾ വലിയ നിന്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് ഇൻ ജീസസ് നെയിം യേശുവിന്റെ നാമത്തിൽ നമുക്ക് ജയമുണ്ട്.